ഹായ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഈ കാണുന്ന എയർ ഹോസ്റ്റസിനെ വായി നോക്കിക്കൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ മലേഷ്യയുടെ ക്യാപിറ്റൽ സിറ്റിയായ കോലാലംപൂരിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ദേ കാണുന്ന പുത്രജയ ബ്രിഡ്ജിൽ ഒന്ന് നിർത്തി ഫോട്ടോ എടുക്കാമെന്ന് കരുതി. ഒരുപാട് സിനിമകൾ നമുക്ക് ഈ ലൊക്കേഷൻ കാണാൻ സാധിക്കും. ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, ഇത് എവിടെ കണ്ടിരിക്കുന്നത്, ഏത് മൂവിയിലാണിത് കണ്ടിട്ടുള്ളതെന്ന്. ആക്ച്വലി നമ്മുടെ തളപതിയുടെ കാവലൻ മൂവിയിലെ ഒരു സോങ്ങിൽ ഇത് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ പല സോങ്സിലും അയൺ, അങ്ങനെ പല സോങ്സിലും നമുക്ക് ഈ ഒരു ലൊക്കേഷൻ കാണാൻ സാധിക്കും. നല്ല വെയിലായതുകൊണ്ട് ഒരുപാട് നേരമൊന്നും അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ദേ ആ കാണുന്ന മസ്ജിദ് പുത്ര എന്നറിയപ്പെടുന്ന മോസ്കിലേക്കാണ്. ഇതാണ് കേട്ടോ മസ്ജിദ് പുത്ര. നല്ല ഭംഗിയില്ല ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ കാണാൻ. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഒരു റോസ് പിങ്ക് ഷെയ്ഡാണ് ഇതിൽ. ഒരു 15,000 ആൾക്കാർക്ക് അറ്റ് എ ടൈം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഹോളൊക്കെ ഇതിനുള്ളിലുണ്ട്. ഇവിടെ കയറണമെങ്കിൽ സ്ത്രീകൾക്ക് ഒരു റെഡ് കളറുള്ള ഒരു ഡ്രസ്സ് അവർ തരും. അതിട്ടിട്ട് ഇവിടെ കയറാൻ സാധിക്കുള്ളൂ. അത് ഞാൻ നിൽക്കുന്നത് കണ്ടില്ലേ, ഈ ഒരു ഡ്രസ്സ് വേണം. എങ്ങനെയുണ്ട് ഗൈസ് എന്നെ കാണാൻ? സൂപ്പറായിട്ടില്ലേ? അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. പിന്നെ കണ്ടോ, വലിയൊരു ഹോളാണ്. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. പ്രയർ ടൈമിൽ ഇങ്ങോട്ട് കയറാൻ പറ്റില്ല, ബാക്കിയുള്ള ടൈമിൽ ടൂറിസ്റ്റുകൾക്ക് ഫ്രീ എൻട്രി ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പേര് വരുന്നത് നമ്മുടെ മലേഷ്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായ ടുങ്കു അബ്ദുൾ റഹ്മാൻ പുത്ര അൽ ഹജ്ജിൻ്റെ പേരിൽ നിന്നാണ്. ഞാനിതെല്ലാം അവനെ വ്യക്തമായിട്ട് ഇതിൽ നോക്കി പറഞ്ഞു കൊടുക്കുകയാണ് ഗൈസ്. പിന്നെ ഒരുപാട് നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല, ഒരു 20 മിനിറ്റോളം മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ ഫോട്ടോസെല്ലാം എടുത്ത് ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത് ദേ കാണുന്ന തീൻ ഹോ ടെമ്പിളിലേക്കാണ് കേട്ടോ. നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ടെമ്പിൾ അല്ലേ. ആക്ച്വലി ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്ന ഡ്രൈവേഴ്സ് പറഞ്ഞതനുസരിച്ച് മലേഷ്യയിൽ ഏറ്റവും കൂടുതലുള്ള വിഭാഗം മലായ്, പിന്നെ ചൈനീസ്, അത് കഴിഞ്ഞ് ഇന്ത്യൻസ് ആണ്. തീൻഹോ എന്ന് പറയുന്നത് ഒരു ചൈനീസ് ടെമ്പിളാണ്. ഗോഡസ് മാസു ആണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അതായത് മാസു എന്ന് പറയുന്നത് ഒരു കടൽ ദൈവമാണ് കേട്ടോ. അപ്പോൾ നല്ല റെഡ് കളറിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ടെമ്പിൾ നേരിട്ട് കാണാൻ നല്ല അടിപൊളിയാണ്. ലാൻഡേൺസ് എല്ലാം റൂഫ് ടോപ്പിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലൊരു വൈബാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ കിടന്ന് നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി ബുദ്ധനാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധൻ മാസു ആണെങ്കിൽ എല്ലാവരും ഒന്നാണെന്നാണല്ലോ. അപ്പോൾ ബുദ്ധൻ മാസുവിനോട് പറഞ്ഞു കൊടുക്കുമായിരിക്കും എൻ്റെ സങ്കടങ്ങളെല്ലാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എല്ലാം കണ്ടുകൊണ്ട് ചുറ്റി നടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങളത് എന്ത് പറ്റി, എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കാൻ വരികയാണെന്നോ ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അത് ആക്ച്വലി ഒരു മാരേജ് രജിസ്ട്രേഷൻ ഓഫീസ് ഇതിനുള്ളിലുണ്ട് കണ്ടോ. അപ്പോൾ അവരെല്ലാവരും വന്നിരിക്കുന്നത് രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാൻ കൂടിയിട്ടാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹോട്ടലിൽ പോയി ഫ്രഷായി നൈറ്റ് ഞങ്ങൾ പോയത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പെട്രോണാസ് ട്വിൻ ടവേഴ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു കൂറ്റൻ ബിൽഡിങ് കാണാനായിരുന്നു. 452 മീറ്ററോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ അതിന്. 1998 തൊട്ട് 2004 വരെ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് എന്നറിയപ്പെടുന്ന ബിൽഡിംഗ് ആയിരുന്നു ഇത്. പിന്നീട് അത് മാറിയല്ലോ. ഇതിൻ്റെ ഒറിജിനലി ഇത് ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടുത്തെ നാഷണൽ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനി ആയിട്ടുള്ള പെട്രോണാസിൻ്റെ പേരിലായിരുന്നു. പിന്നെ ബാക്കിയുള്ള ഫ്ലോറിലെല്ലാം പല കമ്പനീസൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നു ഇതിനൊക്കെ വേണ്ടി എത്രയും വലിയൊരു ബിൽഡിംഗ് എല്ലാവരും ഉണ്ടാക്കണം. മലേഷ്യയിൽ പലയിടത്തും ഇങ്ങനെയാണ്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ അയൺ മൂവിയിലെ സോങ്ങിലൊക്കെ കാണാൻ സാധിക്കും. പിന്നെ കണ്ണും നോക്കി ആ മൂവിയിലൊക്കെ ഇതുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വിശന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വെച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എപ്പോഴും ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്ക് ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് സൈഡും കൂടുതലും തായ് ഡിഷസാണ് കൂടുതലുണ്ടായിരുന്നത്. പിന്നെ അതൊന്നും നമുക്കധികം താല്പര്യമില്ല. തായ് ഓൾറെഡി കഴിച്ചതുകൊണ്ട് അത്ര താല്പര്യമില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ എന്ത് കഴിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ന്യൂഡിൽസ് ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ടൗണെല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് നെക്സ്റ്റ് നമ്മളുടെ ഹോട്ടൽ റൂമിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ബൈ.